സമ്പന്നരുടെ ബാധ്യതയാണെന്നും അല്ലെങ്കിൽ സമ്പന്നർക്ക് സക്കാത്ത് മാത്രമേ നിർബന്ധമാകൂ എന്നൊന്നും മനസ്സിലാക്കി വെക്കുന്നത് തീരെ ശരിയല്ല. പറയാം, സക്കാത്ത് എന്നത് സമ്പന്നരുടെ ബാധ്യതയല്ല, സമ്പത്തിന്റെ ബാധ്യതയാണ്. അഥവാ നിശ്ചിത സമ്പത്ത് നിശ്ചിത അളവിൽ വ്യവസ്ഥ പൂർണ്ണമായ രൂപത്തിലുണ്ടായാൽ അതിന്റെ പേരിൽ കൊടുക്കേണ്ടി വരുന്ന, നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ഒരു സംഗതിയാണ് സക്കാത്ത്. അത് ആ വ്യക്തി ധനികനാണോ ദരിദ്രനാണോ എന്നത് അതിൽ നോട്ടമില്ല. ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും സക്കാത്ത് നിർബന്ധമാവും. ഞാൻ ചെറിയ ഉദാഹരണം പറയാം, കച്ചവടവുമായി തന്നെ ബന്ധപ്പെട്ടായിക്കോട്ടെ. പല കച്ചവടക്കാരുടെയും ധാരണ കച്ചവടം ലാഭമാണെങ്കിൽ മാത്രം സക്കാത്ത് കൊടുത്താൽ മതിയെന്ന. കച്ചവടം ലാഭമാണെങ്കിൽ സക്കാത്ത് കൊടുക്കുക, നഷ്ടമാണെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല. കച്ചവടം ലാഭമാണെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ടി വരും, നഷ്ടമാണെങ്കിലും സക്കാത്ത് നിർബന്ധം. ഒരു കച്ചവടത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്നതിന്റെ മാനദണ്ഡം അത് നഷ്ടാണോ ലാഭാണോ എന്നതല്ല. നഷ്ടാണോ ലാഭാണോ എന്നത് തമ്മിൽ സക്കാത്തിന്റെ കാര്യത്തിൽ യാതൊരു വിവേചനവും ഇല്ല. മറിച്ച് കച്ചവടം തുടങ്ങിയത് മുതൽ മർമ്മമായ വിഷയങ്ങളെ പറയുന്നുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് വിശദാംശങ്ങൾ ഉണ്ടാവും, അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല. കച്ചവടം തുടങ്ങിയത് മുതൽ ഒരു വർഷം പൂർത്തിയായപ്പോൾ സ്റ്റോക്ക് എടുപ്പ് നടത്തി വിൽപ്പന ചരക്കുകളുടെ വില കണക്കാക്കിയപ്പോൾ സക്കാത്ത് നിർബന്ധമാവാനുള്ള മിനിമം തുകയുടെ ചരക്കുകളുണ്ട്. നിസാബ് എന്ന് കിതാബിന്റെ ഭാഷയിൽ പറയും. 200 ദിർഹം വെള്ളിക്കാശിനുള്ള ചരക്ക്, അഥവാ 595 ഗ്രാം വെള്ളിയുടെ വില എത്രയാണോ ആ സംഖ്യക്ക് ഉള്ള ചരക്കുണ്ട്. അപ്പൊ അത് വെള്ളിയുടെ വിലകൾ ഇങ്ങനെ മാറി വരൂലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ഓരോ കച്ചവടക്കാരനും കച്ചവടം പൂർത്തിത്തിന് വർഷം തികയുന്ന സമയത്താണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അന്നത്തെ വെള്ളിയുടെ വിലയാണ് പരിഗണിക്കേണ്ടത്. ഇപ്പൊ മുഹറം 1 കച്ചവടത്തിന്റെ വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിജറ വർഷം, നമ്മളെ സാധാ പറഞ്ഞ അറബി മാസങ്ങൾ മുഹറം സഫർ, അതാണ് പരിഗണിക്കേണ്ടത്, ജനുവരി ഫെബ്രുവരി അല്ല. മുഹറം 1 കച്ചവടം തുടങ്ങിയ ഒരു കച്ചവടക്കാരന് പിറ്റത്തെ മുഹറം 1 വർഷം പൂർത്തിയായി. ആ ദിവസത്തെ വെള്ളിയുടെ മാർക്കറ്റ് വില ശ്രദ്ധിക്കുക. അന്നത്തെ വെള്ളിയുടെ വില അനുസരിച്ച് 200 ദിർഹം വെള്ളി സമം 595 ഗ്രാം വെള്ളിയുടെ വില എത്രയാണോ, ഏകദേശം ഒരു 45,000 രൂപ ഞാൻ സങ്കല്പിക്കുന്നത്, കൃത്യമാവണമെന്നില്ല. 45,000 രൂപയാണെങ്കിൽ ആ 45,000 രൂപ അതിന്റെ ചരക്കുകളുണ്ട്, അല്ലെങ്കിൽ അതിലേറെയുണ്ട്, സക്കാത്ത് നിർബന്ധമാണ്. 2.5% സക്കാത്ത് കൊടുക്കണം. കച്ചവടം നഷ്ടമാണോ എന്നാലും സക്കാത്ത് കൊടുക്കണം, ലാഭമാണോ എന്നാലും കൊടുക്കണം. ഉദാഹരണം പറയാം, 10 ലക്ഷം, ചെറിയ ബിസിനസ്, 10 ലക്ഷം കൊണ്ട് തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. അതൊരു വർഷം പൂർത്തിയായപ്പോൾ കണക്കെടുപ്പ് നടത്തിയപ്പോൾ ആകെ 5 ലക്ഷത്തിനുള്ള വിൽപ്പന വസ്തുക്കളെ ഇപ്പൊ നിലവിലുള്ളൂ. കാര്യമായി ടൈമൊന്നും കിട്ടിയിട്ടില്ല. അത് ഇറക്കാനല്ലാതെ നാടൻ ഭാഷയിൽ പറഞ്ഞ കച്ചവടം നഷ്ടത്തില. 10 മൂലധനം മുതൽ മുടക്ക് 10 ലക്ഷം ഉണ്ട്. ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് 5 ലക്ഷത്തിലാണ്. എന്നാലും ഏത് കൊടുത്തുകൊള്ളണം? സക്കാത്ത് കൊടുത്തുകൊള്ളണം. കാരണം കച്ചവടത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്നതിന്റെ മാനദണ്ഡം എന്താ? തുടങ്ങി വർഷം പൂർത്തിയാകുന്ന സമയത്ത് വിൽപ്പന ചരക്കുകൾ 595 ഗ്രാം വെള്ളിയുടെ വില എത്രയാണോ ആ സംഖ്യയുടെ ചരക്കുകൾ വിൽപ്പന ചരക്കായി നിലവിലുണ്ട്. അതോ അതിൽ കൂടുതലോ സംഖ്യയുടെ ചരക്കുകളുണ്ട്, എന്നാൽ 2% സക്കാത്ത് കൊടുക്കണം. കച്ചവടം വമ്പിച്ച നഷ്ടമാണെങ്കിൽ പോലും. അപ്പൊ ഒരാൾ ചോദിച്ചു, ഈ മസല ക്ലാസ് പറഞ്ഞ ഉസ്താദ്, അല്ലെങ്കിൽ തന്നെ കച്ചവടം നഷ്ട, ഇത് പിന്നെ നഷ്ടമാകല്ലേ, കുഞ്ഞോലേരത് പിന്നെ നഷ്ടമാകല്ലേ എന്ന് ചോദിച്ചു. ഒരു തമാശയുടെ ചോദ്യം. ഞാൻ പറഞ്ഞു, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാഭനഷ്ടം കേവലം ഭൗതിക ലോകത്തേക്ക് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് സുബഹിസ്കരിച്ചിട്ട് എന്താ കിട്ടിയത്? ഒന്നും വിചാരിക്കരുത്, എന്റെ നാടൻ ഭാഷയാണ്. ഇന്ന് സുബഹിസ്കരിച്ചിട്ട് എന്താ ഇപ്പൊ ദുനിയാവിൽ ലാഭം കിട്ടിയത്? ജീവിതത്തിൽ ബറക്കത്തുണ്ടാവും, അത് നിഷേധിക്കല്ല. പക്ഷെ കാര്യമായിട്ട് നമ്മൾ ഭൗതികമായ രൂപത്തിൽ പരിശോധിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. റമളാൻ അല്ലെങ്കിൽ ഒരു ഘട്ടം ചായട്ടു, അത് സുബഹിസ്കരിക്കാത്തവർക്കും കിട്ടലുണ്ട്. സുബഹിസ്കരിച്ചോണ്ട് എന്താ കിട്ടിയത്? മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മുഅ്മിനീങ്ങളോട് ഈ വർത്താനൊക്കെ പറയുന്നുള്ളൂ. ഇന്നലെ ഒരു ബസ്സർ എൻ്റെ അടുത്ത് വന്നു. ഒരു ഷെയർ ബിസിനസ് ആണ്, സാധാ ഒരു കച്ചവടമാണ്. അതിൽ 4 മുസ്ലിമുകളും 2 അമുസ്ലിങ്ങളുമാണുള്ളത്. സക്കാത്തിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ പറഞ്ഞു, മൊത്തം ആസ്തിയിൽ നിന്ന് ആ മുസ്ലിങ്ങളുടെ ആസ്തി എത്രയാണോ എന്ന് കണ്ടെത്തിയിട്ട് അതിന്റെ 2% സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ആ മുസ്ലിങ്ങളുടേതിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ട കാര്യം
ഇല്ല, അമുസ്ലിങ്ങളുടെ സമ്പത്തിൽ ഇപ്പോൾ സക്കാത്ത് നിർബന്ധമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് സക്കാത്ത് കൊടുത്തില്ല എന്നതിന്റെ പേരിൽ അവർക്ക് ആഖിറത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാകൂല എന്നല്ല. മുസ്ലിം ആകുന്നതിന് മുമ്പ് ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇവിടെ കൊടുക്കണം എന്നവരോട് ഇപ്പോൾ നമ്മൾ പറയൂല. അപ്പൊ മുഅ്മിനീങ്ങളോടാണ് പറയുന്നത് എന്നപ്പം ഞാൻ പറഞ്ഞത്. നിസ്കാരം നോമ്പൊക്കെ കാര്യമായിട്ട് ഈമാനിന് ശേഷമുള്ള വർത്താന മുഅ്മിനീങ്ങളോടാ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കർമ്മത്തിന്റെ ലാഭനഷ്ട കണക്കെടുപ്പ് ദുനിയാവുക്ക് മാത്രമായി കൂടാ. നന്മകളുടെ പ്രതിഫലം പൂർണ്ണ അളവിൽ ലഭിക്കാനുള്ള സൗകര്യം ഭൗതിക ലോകത്തില്ല. തിന്മകളുടെ ശിക്ഷയും അതിന്റെ കൃത്യമായ അളവിൽ നൽകാൻ ഇവിടെ കഴിയൂല. ഞാൻ വിശദീകരിക്കുന്നില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കണം. മരിക്കാതെ ഇവിടെ കിടന്നാൽ മരിക്കാൻ പുതിയ അവസാനം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ ആയുസ് തരട്ടെ. ഇരിക്കട്ടെ. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ശുദ്ധ ഖുർആൻ പറയുകയാണ് നമ്മോട്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, മുഅ്മിനീങ്ങളുടെ അല്ലാത്തവരുടെയും നന്മ തിന്മകളാകുന്ന കർമ്മങ്ങളുടെ കർമ്മഫലങ്ങൾ പൂർണ്ണ അളവിൽ നൽകപ്പെടുന്നത് യൗമൽ ഖിയാമ, മരണാനന്തരമുള്ള ജീവിതത്തിൽ മാത്രം. അങ്ങനെ വരുമ്പോൾ ഞാൻ ആ കച്ചവടക്കാരനോട് പറഞ്ഞു, ഇപ്പൊ കച്ചവടം നഷ്ടം, സക്കാത്ത് കൂടി കൊടുക്കണം എന്നപ്പോ നഷ്ടമായില്ലേ, കൂനുമ്മ കുരു എന്ന് പറഞ്ഞാൽ പിന്നെ നഷ്ടം. ഞാൻ പറഞ്ഞില്ല, ലാഭാണ്. കാരണം ഒരു എല്ലാം കച്ചവടം നടത്തിയിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, നഷ്ട. അപ്പൊ സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അതൊരു ലാഭ. സക്കാത്ത് കൊടുത്തിടാൻ കഴിഞ്ഞല്ലോ, സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അതൊരു ലാഭ. വിഷയത്തിൽ നിന്ന് തെന്നിപ്പോകുന്നില്ലെന്നാൽ ഓർക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് ക്ലാസ് കൊടുക്കുകയാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഓരോരുത്തർക്കും ധനം ഉണ്ടാവണം എന്നാണോ ആഗ്രഹം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മറ്റുള്ളവർക്ക് കിട്ടിക്കോട്ടെ അങ്ങനെയാണോ ആഗ്രഹം? ഞങ്ങളോടും ചോദിക്കണം മുത്തനബിയുടെ ചോദ്യം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് പണം ഉണ്ടാവണം, ധനം ഉണ്ടാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും വേണ്ട മറ്റുള്ളവർക്ക് ഉണ്ടായാൽ മതി അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോ നിങ്ങളും ചിന്തിക്കേണ്ട, അതെത്താപ്പ ചോദ്യം അല്ലേ? സഹാബത്ത് പറഞ്ഞു, കുല്ലു യുഹിബ്ബു മാല നഫ്സി, ഓരോരുത്തരും അവനവനെ മറ്റുള്ളവർക്ക് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കണ്ട. പക്ഷെ കുല്ലു യുഹിബ്ബു മാല നഫ്സി, ഓരോരുത്തരും അവനവന് പണം ഉണ്ടാവണം, ധനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കൂലേ? അങ്ങനെ തന്നെയല്ലേ ചെയ്യാ? അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഒരാളുടെ ധനം എന്ന് പറഞ്ഞാൽ നന്മയുടെ വഴിയിൽ അവൻ കൊടുത്തുപോയ ധനമാണ്. നന്മയുടെ വഴിയിൽ കൈവിട്ടുപോയി, നന്മയുടെ വഴിയിൽ കൊടുത്തുപോയി, നന്മയുടെ മാർഗത്തിൽ ചെലവാക്കിപ്പോയി, അതാണ് ഒരാളുടെ ധനം. സക്കാത്തായി കൊടുത്തു, അതവന്റെ ധനമാണ്. സുന്നത്തായ സദഖകളിലേക്ക് ഉപയോഗപ്പെടുത്തി പള്ളിക്കും മദ്രസക്കും ദീനി സംരംഭങ്ങളിലേക്ക് കൊടുത്തു പോയതാണ് സ്വന്തം ധനം. കാരണം അത് ആഖിറത്തിലേക്കുള്ള നിക്ഷേപമായി അവിടെ കിടക്കുന്നുണ്ട്. അത് ആഖിറത്തിലെ ഹിസാബിലേക്ക് പോയിട്ടുണ്ട്. അത് ആഖിറത്തിലെ നിക്ഷേപ. നമ്മൾ ബാങ്കിലെ അക്കൗണ്ടിൽ പൈസ കൊണ്ടുപോയിട്ടാൽ നമ്മളെ പണല്ലേ, പണം അവിടെ ഉണ്ട് എന്നൊരു സമാധാനം ആവശ്യം ഉണ്ടാവുമ്പോൾ എടുക്കാമല്ലോ എന്ന്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെലവാക്കി പോയ ധനം, കൊടുത്തുപോയ പണം, നന്മയുടെ വഴിയിൽ കൊടുത്തുപോയ പണം, അത് ആഖിറത്തിലേക്കുള്ള നിക്ഷേപമായി അങ്ങോട്ട് എത്തിയിരിക്കുന്നു. അത് ആഖിറത്തിലെ അക്കൗണ്ട് ഹിസാബിലേക്ക് പോയിരിക്കുന്നു. അത് സ്വന്തം പണമാണ്. ചെലവാക്കാതെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി വെച്ച പണം ഒരു പക്ഷേ തിരിച്ചെടുക്കാൻ നമ്മുടെ കൈകൾ ഉണ്ടാവണമെന്നില്ല. ബാങ്കിൽ നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ ചിലപ്പോൾ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊരു പക്ഷേ നമ്മുടെ മരണശേഷം മറ്റാരോ പോയി പിൻവലിക്കുകയായിരിക്കും. അപ്പൊ സത്യത്തിൽ നന്മയുടെ വഴിയിൽ ചെലവാക്കി പോയ പണമാണ് ആഖിറത്തിലെ ഹിസാബിലേക്കുള്ള അക്കൗണ്ടിലേക്കുള്ള നിക്ഷേപം. അത് സ്വന്തം പണമാണെന്ന് കരുതാം. അത് സ്വന്തം പണമാണെന്ന് ആത്മവിശ്വാസമുണ്ട്. ചെലവാക്കാതെ മാറ്റിവെച്ചത് ചിലപ്പോൾ നമ്മുടെ പണയിക്കൊള്ളണമെന്നില്ല, അത് മറ്റാർക്കോ കൈകാര്യം ചെയ്യാനുള്ള പണമായിരിക്കും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ എന്തിനാ പറഞ്ഞത്? സക്കാത്ത് കച്ചവടം നഷ്ടമാണെങ്കിലും സക്കാത്ത് കൊടുത്ത് ലാഭമാണ് എന്നുള്ളതൊന്ന് സൂചിപ്പിച്ചതാ. ഇരിക്കട്ടെ, കച്ചവടം നഷ്ടമാണെങ്കിൽ പോലും സക്കാത്ത് കൊടുക്കണം. അപ്പൊ സക്കാത്ത് എന്നുള്ളത് സമ്പന്നരുടെ മാത്രം ബാധ്യതയല്ല. നിശ്ചിത അളവിൽ നിശ്ചിത സമ്പത്തുണ്ടോ അതിന്റെ സക്കാത്ത് കൊടുക്കണം.